കാവ്യരചനയിലെ അപാരമായ ദൃശ്യ സാന്നിധ്യം കൊണ്ടുവന്ന കവികളിൽ ഒരാളായിരുന്നു കടമ്മനിട്ട രാമകൃഷ്ണൻ. മല കലങ്ങി വരുന്ന നദി പോൽ കുറത്തിയെത്തുന്നു എന്നൊക്കെ പ്രയോഗിച്ച ആളാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ NSS കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന കാലം അദ്ദേഹം ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കും, പഠിക്കാനൊന്നും പൈസ ഇല്ലായിരുന്നു. അക്കാലത്ത് അവിടെ ആ കോളേജിനടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. ഇപ്പോഴാ ചായക്കടയ്ക്കടുത്ത് വലിയ വലിയ കടകളൊക്കെ ആയി. ഈ കടയുടെ ഉടമ ഒരു മുത്തശ്ശിയാണ്. മുത്തശ്ശിക്ക് ഈ കടമനട്ടക്കാരൻ രാമകൃഷ്ണൻ്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അറിയാം. രാമകൃഷ്ണൻ കടയിലോട്ട് വന്നാലുടൻ മുത്തശ്ശി ചോറും കറിയും വിളമ്പി കൊടുക്കും. എന്നിട്ട് മുത്തശ്ശി പതുക്കെ പറയും, രാമകൃഷ്ണ പണം നീ പിന്നെ തന്നാൽ മതി. അപ്പോൾ ഇതങ്ങ് പതിവായി. രാമകൃഷ്ണൻ ആകെ ഒരു അലോസരം. കാരണം ചുമ്മാതെ പോയി തിന്നുന്നു, പൈസയും കൊടുക്കുന്നില്ല, കൊടുക്കാനോട്ട് പൈസയുമില്ല. ആകെ കടമനിട്ട രാമകൃഷ്ണൻ വിഷമോ. എന്ന് കടമനിട്ട രാമകൃഷ്ണൻ ആയിട്ടില്ല, വെറും രാമകൃഷ്ണൻ. ഒന്ന് മുത്തശ്ശി എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് സഹായിച്ചോ പകരം നൽകണമെന്ന് രാമകൃഷ്ണൻ തീരുമാനിച്ചു. കടമനിട്ടേന്ന് ഒരു ദിവസം വണ്ടി കയറുമ്പോൾ അദ്ദേഹം സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുത്തു. എന്തു വന്നാലും മുത്തശ്ശിക്ക് പകരം എന്തെങ്കിലും നൽകും. അന്ന് മുതൽ മുത്തശ്ശിയുടെ കടയിലെ പാത്രങ്ങൾ കഴുകാൻ കടമനിട്ട രാമകൃഷ്ണൻ കൂടെ ചേർന്നു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഒട്ടുമിക്ക ദിവസങ്ങളിലും അദ്ദേഹം മുത്തശ്ശിയെ സഹായിച്ചു പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുന്നതിൽ. പിൽക്കാലത്ത് തൊഴിൽ തേടി കൊൽക്കത്തയിലെത്തിയപ്പോഴും ഏത് ജോലി ചെയ്യാനും ഈ രാമകൃഷ്ണൻ ഒരു മടി ഉണ്ടായില്ല. കാരണം എന്താ പറയുക, ചങ്ങനാശ്ശേരിയിലെ ആ ചായക്കടയിൽ പാത്രം കഴുകിയ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഏത് ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ടെന്ന് രാമകൃഷ്ണൻ അറിയാമായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം വലിയ കവിയായി, ചൊൽക്കവിതയുടെ ആളായി, മാത്രമല്ല ക്യാമ്പസുകളിലൊക്കെ കുട്ടികളെ ആവേശം കൊള്ളിക്കുന്ന കവിയായി മാറി. മാത്രമല്ല ഈ കാവ്യാലാപനം എന്ന് പറയുന്നത് മറ്റൊരു കലയായി രൂപം കൊള്ളുന്ന 80കളിലും 90കളിലുമൊക്കെ തന്നെ ഈ കടമനിട്ട രാമകൃഷ്ണൻ വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു. സ്വന്തം ഭാര്യയുടെ പേരിൽ ശാന്തയെ കുളി കഴിഞ്ഞീറൻ വെടിഞ്ഞ് കാർകൂന്തൽ മെല്ലെ ഒതുക്കി എന്നൊക്കെ പറഞ്ഞ് എഴുതിയ കവിതകളൊക്കെ ക്യാമ്പസുകളിൽ വളരെ സജീവമായി. അപ്പോൾ അതേസമയം രാമകൃഷ്ണൻ തൊഴിലിന് മാന്യതയുണ്ട്. എന്ത് പണി ചെയ്താലും അതിൻ്റേതായ മഹത്വമുണ്ടെന്ന് വിശ്വസിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം MLA ഒക്കെ ആയി പിൽക്കാലത്ത്. അപ്പോഴും അദ്ദേഹം ആളുകളെ സഹായിച്ചു. ഇതൊക്കെ കടമനിട്ട ഈ മുത്തശ്ശിയെക്കുറിച്ചൊക്കെ എക്കാലത്തും നന്ദിയോടെ ഓർക്കുന്നുണ്ട്. തന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് സ്നേഹസമ്പന്നരായ മനുഷ്യരുമൊത്തുള്ള ജീവിതമാണെന്ന് പറയാൻ പിൽക്കാലത്ത് കടമനിട്ടയ്ക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിയിൽ നിന്ന് തുടങ്ങിയതാണ് തൻ്റെ ജീവിതാനുഭവങ്ങൾ. നമുക്ക് ലഭിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും നാം തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്നുമില്ല, പക്ഷേ നാം നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ മലയാളികൾ പറയില്ല, നന്ദികേട് കാണിക്കതടാ എന്ന് പറയും. അപ്പം നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കരുത് എന്നൊക്കെ പറയും. നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് നമ്മളെ ദ്രോഹിക്കാതെ എങ്കിലും ഇരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ചില ആളുകൾ അങ്ങനെയല്ല. അവർ നന്ദികേട് കാണിക്കുമെന്ന് മാത്രമല്ല, അതൊരു അഹങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യും. ചെറിയ സഹായം ചെയ്തു തരുന്നവരോട് പോലും എപ്പോഴും ഒരു നന്ദി സൂചകമായ ഒരു ചിരി നമ്മൾ മുഖത്ത് സൂക്ഷിക്കണം. നന്ദി പറയുന്ന ശീലം ഒരാളിൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിദേശ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, അവർ ഒരു ബസ് സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞോടെ താങ്ക് യു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഇവർക്കെന്തോ ഇത്രയും താങ്ക്സ് വേണ്ടാതെ കിടക്കുന്നുണ്ടോ ഇങ്ങനെ പറയാൻ എന്ന് തോന്നിപ്പോകും. പക്ഷേ അത് നമ്മുടെ മനസ്സിനൊരു സുഖം പകരുമെന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മളോട് നല്ലത് ചെയ്യുന്നവരോട് നന്ദി പറയാൻ ഔപചാരികമായി കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് മനസ്സിലെങ്കിലും സൂക്ഷിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.